എറണാകുളത്ത് നിന്ന് പൈനാപ്പിൾ കയറ്റി ഹൈദരാബാദിലേക്ക് പോകുന്ന ലോറി നമ്മുടെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ മെയിൻ എൻട്രൻസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ 6 വരിപ്പാതയുടെ താഴ്ചയിലേക്ക് ഇന്നലെ രാത്രി മറിഞ്ഞു. ഡ്രൈവർക്ക് നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ഇത് ഈ ഒരു ഭാഗം, ഈ ഒരു സർവീസ് റോഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലം വളരെ വീതി കുറവാണ്. ഇവിടെ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒരു ഡ്രെയിനേജിന് വേണ്ടി കുഴിയെടുത്തത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇവർ വലിയ സൈഡ് വാള് റെഡിമെയ്ഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്ഥലം കുറവാണ്. അപ്പം ഡ്രൈവർ ബ്രേക്ക് ചെയ്ത സമയത്ത് തെന്നി ഇങ്ങോട്ട് പോയതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു സൈഡ് വാള് നിർമ്മിക്കാൻ വേണ്ടി കമ്പിയൊക്കെ കെട്ടിയ ഈ സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ ഈ കാണുന്ന താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നു. പൈനാപ്പിള് മറ്റൊരു ലോറിയിലേക്ക് ഇവർ ഇവിടുന്ന് മാറ്റി കയറ്റുകയാണ്. ഏതായിരുന്നാലും ഇതുപോലെയുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ സർവീസ് റോഡിലുണ്ട്. വളരെ താഴ്ചയുള്ള സ്ഥലങ്ങളുണ്ട്. വാഹനമേറ്റ് യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലും ഇതുപോലെ സൈഡ് വാൾ നിർമ്മാണം പുരോഗമിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലോറിയുടെ അപകട ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. പൈനാപ്പിൾ ഇവർ മാറ്റി കയറ്റുകയാണ്. നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. നിറയെ പൈനാപ്പിളാണ്. പൈനാപ്പിളുമായി വരികയായിരുന്നു ഈ ഒരു ലോറി. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഈ ഒരു പുതിയ പാതയിലേക്ക് സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞത്. ഈ പൈനാപ്പിള് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി കയറ്റുകയാണ് ഇവർ. ഡ്രൈവർക്ക് കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഡ്രൈവർ ഇവിടെ ഉണ്ട്. നമുക്ക് ഡ്രൈവറായിട്ടൊന്ന് പോവാം. പൈനാപ്പിളാണ്. നിറയെ പൈനാപ്പിൾ കയറ്റി വരുന്ന ലോറിയാണ്. അപ്പോൾ അത് ഇവിടെ മാറ്റി കയറ്റുകയാണ്, മറ്റൊരു ലോറിയിലേക്ക് മാറ്റി കയറ്റുകയാണ്. നല്ല അടിപൊളി പൈനാപ്പിളുകളാണ്. എങ്ങോട്ട് കയറ്റി പോണ? അഹമ്മദാബാദിലേക്ക് പോണ? എവിടുന്ന് വരണ? എറണാകുളത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് പൈനാപ്പിൾ കയറ്റി പോവാണ് അല്ലേ?